പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നതിനിടയിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞു. ഇന്ന് ഇൻഡെക്സ് 0.86% ഇടിഞ്ഞ് 24,039 ക്ലോസിംഗ് നൽകിയത്. മിഡ് ക്യാപ് ഇൻഡെക്സ് 2.44%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 2.56% ഇടിഞ്ഞപ്പോൾ ഇന്ത്യ വിക്സ് 6% ഉയർന്ന് 17.16 എത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷന് ശേഷം ഇടിയുകയാണ് ഉണ്ടായത്. മാർക്കറ്റ് ബിയറിഷ് സെൻറ്റിമെൻറ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഇന്ന് 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചും മാർക്കറ്റിന് നഷ്ടമായിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിലും മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് പ്രകടമാവുകയും ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ് വീക്ക് ആവുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 23,800, 23,515 തുടങ്ങിയ ലെവലുകളിൽ പ്രധാന സപ്പോർട്ട് ലഭിക്കും മാർക്കറ്റിന്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ടെക് മഹീന്ദ്ര 1.02%, TCS 0.95%, ഇൻഫോസിസ് 0.58% ഉയർന്നപ്പോൾ SBI ലൈഫ് ഇൻഷുറൻസ് 5% മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. അതേസമയം ശ്രീരാം ഫിനാൻസ് 8%, അദാനി എൻ്റർപ്രൈസസ് 3%, അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കോണമിക് സോൺ 3.79% ഇടിഞ്ഞു. സെക്ടോറിൽ പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചാൽ നിഫ്റ്റി ബാങ്ക് 0.97% ഇടിഞ്ഞു. ഫിനാൻഷ്യൽ സർവീസ് 1.02% ഇടിഞ്ഞു. നിഫ്റ്റി PSU ബാങ്ക് 2%, പ്രൈവറ്റ് ബാങ്ക് 1.28% ഇടിഞ്ഞു. മീഡിയ 3.24%, റിയാലിറ്റി 2.80%, ഹെൽത്ത് കെയർ 2.42%, ഫാർമ 2.24%, മെറ്റൽ 2%, കൺസ്യൂമർ ഡ്യൂറേബിൾസ് 1.85%, ഓട്ടോ ഇൻഡെക്സ് 1.67% ഇടിഞ്ഞു. ഇൻഡെക്സിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 2.41% വർദ്ധിച്ച് 18,951 കോടിയിൽ നിന്നും 19,407 കോടിയിലേക്കെത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 10% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 2,40,715 കോടിയിൽ നിന്നും 2,64,573 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. എബിറ്റ 3.6% വർദ്ധിച്ച് 47,050 കോടിയിൽ നിന്നും 48,737 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 90 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 17.8% നിന്നും 16.9% എത്തുകയും ചെയ്തു. ഇനി കമ്പനിയുടെ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കൺസോളിഡേറ്റഡ് റവന്യൂ 7% വർദ്ധിച്ച് 10,71,174 കോടിയായി മാറിയിട്ടുണ്ട്. കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2.9% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 81,309 കോടിയിലേക്കെത്തി. കൺസോളിഡേറ്റഡ് എബിറ്റ 2.9% വർദ്ധിച്ച് 1,83,422 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി നമ്മൾ പരിശോധിച്ചാൽ 2025 ഫിനാൻഷ്യൽ ഇയർ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് ഇയർ ആയിരുന്നു. പ്രത്യേകിച്ചും മാക്രോ എക്കോണമിക് കണ്ടീഷൻസ് മോശമായ സാഹചര്യത്തിൽ. ഈ സമയത്തും റിലയൻസ് ഇൻഡസ്ട്രീസിന് സ്റ്റഡി ഫിനാൻഷ്യൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി പരിശോധിച്ചാൽ നമ്മൾക്ക് വ്യക്തമാകുന്നത്. കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി റിന്യൂവബിൾ എനർജി ആൻഡ് ബാറ്ററി ഓപ്പറേഷനിൽ സ്ട്രോങ് ഫൗണ്ടേഷൻ ഇടുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് 5 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഫൈനൽ ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചു. ഇനി റിലയൻസിൻ്റെ 3 പ്രധാന സെക്ടറിലെ കമ്പനികളായ റിലയൻസ് ജിയോ, അതുപോലെ തന്നെ റിലയൻസ് റീറ്റെയിൽ, റിലയൻസിൻ്റെ ഓയിൽ ടു കെമിക്കൽ സെക്ടർ തുടങ്ങിയവയിലെ പെർഫോമൻസ് ഒന്ന് ഇൻഡിവിജ്വലി മനസ്സിലാക്കാം. ടെലികോം സെക്ടറിൽ മികച്ച പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 25.7% വർദ്ധിച്ച് 7,022 കോടിയായി മാറുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ 17.7% വർദ്ധിച്ച് 33,986 കോടിയായി മാറുകയും ചെയ്തു. എബിറ്റ 18.5% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 17,016 കോടിയായി മാറി. എബിറ്റ മാർജിൻ 50.1% എത്തുകയും ചെയ്തു. ആവറേജ് റവന്യൂ പെർ യൂസർ 206 രൂപ 20 പൈസ എന്ന നിരക്കിലേക്ക് ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഡിജിറ്റൽ സർവീസുകളിലേക്ക് കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂവിലും പ്രോഫിറ്റിലും സ്റ്റഡി ഗ്രോത്ത് കമ്പനിക്ക് നേടാനും സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5G സർവീസ് ആരംഭിക്കുകയും ബ്രോഡ്ബാൻഡ് ഓഫറിംഗ് തുടരുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിലും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കും എന്നാണ് അനുമാനിക്കപ്പെടുന്നത്.
റിലയൻസ് റീറ്റെയിലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാലും അവിടെയും നമ്മൾക്ക് കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് കാണാൻ സാധിക്കും. റിലയൻസ് റീറ്റെയിൽ വെഞ്ചറിൻ്റെ ഓപ്പറേഷൻസ് 16.3% വർദ്ധിച്ച് 78,622 കോടിയായി മാറി. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 29% വർദ്ധിച്ച് 3,545 കോടിയായി മാറി. കമ്പനിയുടെ എബിറ്റയിൽ 14.3% വർധനവുണ്ടായി. എബിറ്റ മാർജിൻ 20 ബേസിസ് പോയിൻറ്റ് ഉയരുകയും ചെയ്തു. കൂടാതെ റിലയൻസ് റീറ്റെയിൽ ഈ ക്വാർട്ടറിൽ മാത്രം 504 സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 18,836 യൂണിറ്റിൽ നിന്നും 19,340 ഉയർത്തുകയും ചെയ്തു. ഓയിൽ ടു കെമിക്കൽ സെക്ടറിലെ പെർഫോമൻസ് നോക്കിയാൽ അവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എബിറ്റ മാർജിനിലുണ്ടായ ഇടിവ് തന്നെയാണ്. എല്ലാ സെക്ടറിലെയും എബിറ്റ മാർജിനിൽ ഇടിവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഓയിൽ ടു കെമിക്കൽ സെക്ടറിൽ എബിറ്റ മാർജിൻ 10% ഇയർ ഓൺ ഇയറിലാണ് ഇടിഞ്ഞത്. കൂടാതെ എബിറ്റ മാർജിനിലും 260 ബേസിസ് പോയിൻറ്റിൻ്റെ ഇടിവ് വന്നിട്ടുണ്ട്. ടെക്നിക്കലി റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് റെസിസ്റ്റൻസ് സോണിന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 1300 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസും 1200 സ്ട്രോങ് സപ്പോർട്ടുമായി മാറിക്കഴിഞ്ഞു. 2025 വർഷത്തിൽ ഇതുവരെ സ്റ്റോക്ക് ഇതേ റേഞ്ചിനിടയിലുള്ള ഒരു മൂവ്മെൻറ്റാണ് നടത്തിയത്. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ 1325 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1400, 1500 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്